പണ്ടു പണ്ടൊരിടത്ത് കൃഷ്ണപുരം എന്ന മനോഹരമായ ഗ്രാമത്തിൽ വാസുദേവൻ എന്ന മൂപ്പൻ ജീവിച്ചിരുന്നു. നന്മയിലും കരുണയിലും പ്രശസ്തനായ അദ്ദേഹത്തെ ഏവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു ദോഷം ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വാഗ്ദാനങ്ങൾ മറന്നുപോകുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ബാഹു എന്ന കൊച്ചു ബാലൻ വാസുദേവനെ സമീപിച്ചു. മൂപ്പ, എനിക്ക് വായിക്കാൻ ഒരു പുസ്തകം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും തന്നില്ലല്ലോ. വാസുദേവൻ ആലോചിച്ചു. അദ്ദേഹം അത് മറന്നുപോയിരുന്നു. ക്ഷമിക്കണം മോനെ, ഞാൻ മറന്നുപോയി, നാളെ ഉറപ്പായും തരാം എന്ന് പറഞ്ഞ് വാസുദേവൻ പോയി. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. ഒരു സുന്ദരനായ വർണ്ണ ചിറകുകളോടുകൂടിയ ഒരു മാന്ത്രിക പക്ഷി അവിടേക്ക് പറന്നു വന്നു. ആ പക്ഷി ഗ്രാമത്തിലെ ഓരോ വീട്ടിലും പോയിരുന്ന് പാടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മാന്ത്രിക കിളി വാസുദേവന്റെ വീട്ടിലേക്കും പറന്നു വന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴോ കിളി മൗനം പാലിച്ചു. ഇത് കണ്ട ആദിത്യൻ എന്ന മറ്റൊരു ഗൃഹസ്ഥൻ മൂപ്പനോട് ചോദിച്ചു, മൂപ്പ, ഈ പക്ഷി ഇവിടെ എന്തിനാണ് മൗനം പാലിക്കുന്നത്? ഇത് കേട്ട പക്ഷി മറുപടിയായി നൽകിയത് എന്താണെന്നറിയാമോ? നിനക്കറിയില്ലേ, വാസുദേവൻ പലരോടും വാഗ്ദാനങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവനത് മറക്കുന്നു. മറവിയുടെ ഭാരമാണ് എൻ്റെ ചുണ്ടിൽ. ഇത് കേട്ടതും വാസുദേവൻ ഞെട്ടിപ്പോയി. അദ്ദേഹം തൻ്റെ വീഴ്ച മനസ്സിലാക്കി. അന്നു മുതൽ വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ മൂപ്പൻ ആരംഭിച്ചു. അങ്ങനെ മൂപ്പന്റെ ഓർമ്മശക്തി മെച്ചപ്പെട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ വിശ്വസിച്ചു. ഇതെല്ലാം കണ്ട ആ മാന്ത്രിക പക്ഷി സംതൃപ്തനായി വീണ്ടും വാസുദേവന്റെ വീട്ടിലേക്ക് പറന്നു വന്നു. ആ സമയം പക്ഷി നന്നായി പാടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം തിരികെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഇത് കണ്ട ഗ്രാമവാസികളും വാസുദേവനും വളരെ സന്തോഷമായി. ഈ കഥ നമുക്കൊരു ഗുണപാഠം തരുന്നുണ്ട്. ഒരാൾക്ക് വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കുകളും വാഗ്ദാനങ്ങളും മറക്കരുത്. മറവി ചെറിയ പിഴവാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ വില വലുതായിരിക്കും. അതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്.